കൂട്ടുകാരെ, ഒരു കഥ പറയട്ടെ. ഒരു സ്കൂളിൽ കുട്ടികൾ അച്ചടക്കമായി വളരുന്നതിന് വേണ്ടി പുറത്തുനിന്നുള്ള ആളുകളുടെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളോട് പുറത്തു നിന്ന് കടകളിൽ നിന്ന് മിഠായിയോ മറ്റൊന്നും വാങ്ങി കഴിക്കരുതെന്നും അതിനുവേണ്ടിയുള്ള പൈസ വീട്ടിൽ നിന്ന് കൊടുത്തയക്കരുതെന്നൊക്കെ കർശനമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഒരു ദിവസം കുട്ടികൾക്കൊരു കണക്ക് പറഞ്ഞു കൊടുത്തു. പിറകുബെഞ്ചിലിരിക്കുന്ന കുട്ടിയോട് അധ്യാപകൻ ചോദിച്ചു, നിനക്ക് ഞാൻ ആദ്യം 2 മിഠായികൾ തന്നു എന്നിരിക്കട്ടെ, നീ അത് കഴിച്ചു. പിന്നീട് നിനക്ക് 3 മിഠായികൾ കൂടി ഞാൻ തന്നു, അപ്പോൾ നീ എത്ര മിഠായിയാണ് കഴിച്ചത്? കുട്ടി ആശങ്കയോടെയും പരിഭ്രമത്തോടെയും എഴുന്നേറ്റ് നിന്നിട്ട് അധ്യാപകനോട് പറഞ്ഞു, 6 മിഠായി കഴിച്ചു. അധ്യാപകന് വല്ലാത്ത നിരാശയായി. പിന്നീട് അധ്യാപകൻ ചോദ്യം മാറ്റി ചോദിച്ചു, നിനക്ക് ഞാൻ ആദ്യം 2 നാരങ്ങ തന്നു, പിന്നീട് അത് നീ കഴിച്ചതിന് ശേഷം 3 നാരങ്ങകൾ കൂടി നിനക്ക് തന്നു, അപ്പോൾ നീ എത്ര നാരങ്ങ കഴിച്ചു? അപ്പോൾ കുട്ടി പറഞ്ഞു, 5 നാരങ്ങ കഴിച്ചു. അധ്യാപകന് ആശ്വാസമായി. കുട്ടി കണക്ക് പഠിച്ചു എന്ന് വിചാരിച്ചു. അധ്യാപകൻ വീണ്ടും ആദ്യത്തെ കണക്കൻ ഒരു വട്ടം കൂടി ചോദിച്ചു, മിഠായിയുടെ കഥ. പക്ഷേ കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആ കുട്ടി 6 മിഠായിയാണ് കഴിച്ചതെന്ന് പറഞ്ഞു. അധ്യാപകനാകെ വീണ്ടും നിരാശയായിട്ട് കുട്ടിയെ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ സത്യം തന്നെ പറയേണ്ടത്, വരുന്ന വഴി ഒരു മിഠായി കഴിച്ചു പോയി സാറേ, ക്ഷമിക്കണം സാറേ എന്ന് പറഞ്ഞു. ഇത് ആ സ്കൂളിൻ്റെ സംസ്കാരമാണെന്ന് പറയാം. കാരണം കുട്ടികൾ ഏത് പ്രതിസന്ധിയിലും നേരു പറയുക എന്ന ഒരു തീരുമാനം നാടിൻ്റെ സംസ്കാരത്തെ തീരുമാനിക്കുന്ന ഒരു സ്കൂളിൻ്റെ കഥയാണ്. നമ്മുടെ പുഴങ്കാവ് ദേശത്ത് ഒരു സെൻറ്റ് ജോർജ് LP സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. 100 വർഷം പൂർത്തീകരിക്കുന്ന ഈ സ്കൂള് ഒരുപക്ഷെ ആ നാടിൻ്റെ ഹൃദയമിടിപ്പായി മാറിയ ആ സ്കൂൾ എത്ര തലമുറയെയാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ ഭാഗവാക്കാകാൻ ഇറക്കിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്രാപ്തരാക്കിയത്. അത്തരത്തിൽ ഒരു 100 വർഷം പിന്നിടുന്ന ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികളാണ് ഈ വരുന്ന ഫെബ്രുവരി 14, 15 തീയതികളിൽ നടക്കാൻ പോകുന്നത്. വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോടെ ഒട്ടേറെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷീന ടീച്ചർ റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഒരു യാത്രയപ്പ് സമ്മേളനം കൂടി അതിനോടൊപ്പം നടക്കുന്നുണ്ട്. ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.